മെയ് 31. നമ്മുടെ ഇടയിലുള്ള സന്ദർശനങ്ങൾ പലതും ഒരു ചടങ്ങിന്റെയോ അനുഷ്ഠാനത്തിന്റെയോ ആചാരത്തിന്റെയോ രൂപഭാവങ്ങൾ സ്വീകരിക്കാൻ ഇടവരുന്നില്ലേ എന്ന് വേണം സംശയിക്കാൻ. ചില സന്ദർശനങ്ങൾ ഇരുകൂട്ടർക്കും എന്തെങ്കിലും സത്ഫലങ്ങൾ പുറപ്പെടുവിക്കാൻ ഉതകുന്നത് ആകാൻ ഇടവരാത്ത സന്ദർശനങ്ങളും ഉണ്ടാകാറുണ്ട്. മറ്റു ചില സന്ദർശനങ്ങൾ ഉള്ള സ്ഥിതിവിശേഷം കൂടുതൽ വഷളാകാൻ ഇടവരുത്താവുന്ന സന്ദർശനങ്ങളും നമ്മുടെ ഇടയിലുണ്ട്. എന്നാൽ ഇവയിൽ നിന്നൊക്കെ ഭിന്നമായിട്ടുള്ള സന്ദർശനങ്ങളും ഉണ്ട്. സന്ദർശനങ്ങൾ സന്തോഷപ്രദവും അതിനേക്കാളേറെ അനുഗ്രഹപ്രദവുമാകുന്ന സന്ദർശനങ്ങളും ഉണ്ട്. വിരളമായിട്ട് ആണ് എന്ന് വരികിലും ഇത്തരത്തിലുള്ള അനുഗ്രഹപ്രദമായിട്ടുള്ള ഒരു സന്ദർശനത്തിന്റെ സ്മരണയാണ് ഇന്ന് നാം ആചരിക്കുന്നത്, അയവിറക്കുന്നത്. പരിശുദ്ധ കന്യാമറിയം തന്റെ ഇളമയായ എലിസബത്തിനെ ചെന്ന് കണ്ട ആ സന്ദർശനമാണ് അത്. തീർത്തും നിഷ്കളങ്കമായ ഹൃദയത്തോടുകൂടെ പരിശുദ്ധ കന്യാമറിയവും എലിസബത്തും ഗ്രാമഭാഷയിൽ പറഞ്ഞാൽ വിശേഷങ്ങൾ ഉണ്ടായിരിക്കുന്ന അവസ്ഥയിലായിരുന്നു എന്ന് നമുക്കറിയാം. രണ്ടുപേരും വിശേഷാവസ്ഥയിൽ വന്നു ചേർന്നത് വ്യത്യാസപ്പെട്ട രീതിയിലാണ് എന്ന് വരികിലും ദൈവത്തിന്റെ പ്രത്യേക ഇടപെടൽ കൊണ്ടാണ് എന്ന് നാം മനസ്സിലാക്കുന്നു. മറിയത്തിന്റെ ഭാഗത്തു നിന്ന് തീർത്തും നിർമ്മലവും നിഷ്കളങ്കവും ആത്മാർത്ഥ നിറഞ്ഞുമായിട്ടുള്ള ഒരു ജീവിതത്തിൽ നിന്ന് തന്റെ ഇളയമ്മയെ സഹായിക്കണം എന്നുള്ള ആഗ്രഹത്തിന്റെ തീവ്രതയാൽ മാത്രം വളരെയേറെ ബുദ്ധിമുട്ടിയാണ് 100-ലേറെ കിലോമീറ്റർ ദൈർഘ്യം തീണ്ടിയാണ് കുന്നിന്റെ മുകളിലെ താമസിക്കുന്ന എലിസബത്തിനെ കാണാൻ വേണ്ടി ചെന്നെത്തിയത്. എലിസബത്തിനെ വീട്ടിൽ വെച്ച് കണ്ട മാത്രയിൽ മറിയം എലിസബത്തിനെ അനുമോദനങ്ങൾ കൊണ്ട് വീർപ്പുമുട്ടിക്കുന്നു. ഈ അവസരത്തിൽ എലിസബത്ത് തന്റെ സഹോദരിയുടെ പുത്രി മറിയം തന്റെ അടുത്ത് വന്നതിൽ അത്ഭുതവും വിസ്മയവും സന്തോഷവും മറനീക്കി കാണിച്ചുകൊണ്ട് തിരിച്ച് മറിയത്തെ അനുമോദിക്കുന്നതിനും അഭിനന്ദിക്കുന്നതിനും മറന്നില്ല. രണ്ടു കൂട്ടരുടെയും നിർമ്മലമായും നിഷ്കളങ്കമായിട്ടുള്ള ഹൃദയത്തിന്റെ ആവിഷ്കാരം സംജാതമായപ്പോൾ യഥാർത്ഥത്തിൽ ദൈവത്തിന്റെ സാന്നിധ്യം, ദൈവത്തിന്റെ അരൂപിയുടെ സാന്നിധ്യം അവിടെ ഉടലെടുക്കുന്നു എന്ന് വേണം വിചാരിക്കാൻ. എലിസബത്ത് തുടർന്ന് പറയുന്നു മറിയത്തിനോടായിട്ട്, നിന്റെ അഭിവാദന സ്വരം എന്റെ ചെവികളിൽ മുഴങ്ങിയപ്പോ ആ നിമിഷം തന്നെ എന്റെ ഉദരത്തിലുള്ള ശിശു കുതിച്ചു ചാടി എന്നാ പറയുന്നത്. ഈ ഉദരത്തിലെ അന്നുണ്ടായിരുന്ന ശിശുവാണ് പിന്നീട് യോഹന്നാൻ മാംദാന എന്ന പേരിൽ അറിയപ്പെടാൻ ഇടവന്നത് എന്ന് നമുക്കറിയാം. ഈ കുതിച്ചു ചാട്ടത്തെ ഉദ്ദേശിച്ചും കൊണ്ട് ആണ് കത്തോലിക്ക സഭ യോഹന്നാൻ മാംദാന ഉത്ഭവപാപരഹിതമായി തീർന്നു എന്ന് പറയുന്ന നിമിഷം ദൈവത്തിന്റെ അരൂപിയുടെ സാന്നിധ്യത്തിന്റെ പ്രവർത്തനമാണ് സഭ അതിലൂടെ കാണുന്നത്. അതാണ് മനുഷ്യൻ മനുഷ്യനെ സ്നേഹിക്കുമ്പോൾ ദൈവം മനുഷ്യനിൽ ജനിക്കുന്നു എന്ന് കവി പാടിയ ഇത് എത്രയോ ശരി. ഇവിടെ രണ്ട് ഹൃദയത്തിന്റെ നൈർമല്യത്തിന്റെ ഭാവങ്ങള് കളങ്കരഹിതമായ രീതിയിൽ ആവിഷ്കരിക്കാൻ ഇടവന്നപ്പോ ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് ആ നിമിഷത്തെ അനുഗ്രഹിക്കുന്നു. അതാണ് ആ അനുഗ്രഹത്തിന്റെ വെളിപ്പെടുത്തലാണ് യോഹന്നാന്റെ ഉത്ഭവപാപം രാഹിത്യമെന്ന് നമുക്ക് മനസ്സിലാക്കുന്നതിൽ തെറ്റില്ല. ഇന്നും സന്ദർശനങ്ങളുണ്ട്, ഇന്നും സ്നേഹപ്രകടനങ്ങളുണ്ട്. ഈ സന്ദർശനത്തിന്റെയും സ്നേഹപ്രകടനങ്ങളുടെയും ആത്മാർത്ഥതയും നിഷ്കളങ്കതയും നിർമ്മലത്വവും കുറഞ്ഞു വരുന്നതിന്റെ അടിസ്ഥാനത്തിലും കൂടിയാണോ ദൈവത്തിന്റെ അരൂപിയുടെ സാന്നിധ്യം പ്രകടമായി കാണാത്തത് എന്ന് ചിന്തിക്കുന്നതിൽ തെറ്റില്ല. എവിടെ നിർമ്മലമായിട്ടുള്ള ഹൃദയത്തോടും നിഷ്കപടമായിട്ടുള്ള വർത്തന രീതിയും പുലരുന്നുവോ, ആത്മാർത്ഥതയോടും പ്രതിബദ്ധതയോടും കൂടി അത് ആവിഷ്കരിക്കുന്നുവോ, അവിടെ ഇന്നും ദൈവം തന്റെ സാന്നിധ്യം കൊണ്ട് അതിനെ മകുടമണിയിക്കാൻ ഇടവരും എന്നുള്ളതാണ് സത്യം. ഈ സത്യത്തിന്റെ അനുഭവം ആസ്വദിച്ചെടുക്കാൻ നമ്മുടേതായിട്ടുള്ള ജീവിതത്തിലെ ഇടവരട്ടെ എന്ന് നമുക്ക് ആശിക്കാം.